കോവിഡ് ലോക്ക്ഡൌൺ കാരണം 2020 മാർച്ച് ആദ്യത്തെ ആഴ്ചയാണ് ഞാൻ അവസാനമായിട്ട് കോളേജിൽ പോകുന്നത്. അങ്ങനെ നീണ്ട 4.5 വർഷത്തിന് ശേഷം ഞാൻ വീണ്ടും കോളേജിൽ പോവാണ് മാസ്റ്റേഴ്സ് ചെയ്യാനായിട്ട്. നമ്മളവിടെ പണ്ട് സ്കൂൾ തുറക്കുമ്പോൾ മഴയെന്ന് പറഞ്ഞ പോലെ ഇവിടെയും പെരുമഴയാണ്. ഞാൻ വന്നിട്ട് ഒരു മാസമായി. ഇത്രയും വലിയ മഴ ഇന്നാണ് ഉണ്ടാവുന്നത്. കുടയുണ്ട്, പക്ഷെ എടുക്കാനായിട്ടൊരു മടി. വെതർ ആപ്പിൽ നോക്കിയപ്പോൾ ശരി തന്നെയാണ്, ഇടിവെട്ടി മഴയാണ് ഇവിടെ. 11 മണിക്കായിരുന്നു കോളേജ്. അങ്ങനെ മഴ കുറഞ്ഞപ്പോൾ ഞാൻ കോളേജിലേക്ക് എത്തി. അവിടുന്ന് നമ്മുടെ മെയിൻ പ്രോഗ്രാം നടക്കുന്ന ഹാളിലേക്ക് പോകാനുള്ള നടത്തത്തിലാണ്. നമ്മുടെ ഓപ്പോസിറ്റ് സൈഡ് തന്നെയാണ്. ഏതാണ്ട് 100-130ഓളം സ്റ്റുഡൻസ് ഇതൊരു വിസ കിട്ടിയിട്ടില്ല. എല്ലാവരും ക്യൂവിലാണ്. അതുകൊണ്ട് തന്നെ മെജോറിറ്റി പേരും ഓൺലൈനിലാണ്. സ്റ്റുഡൻസ് ഒക്കെ വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ മഴ കാരണം. അതുപോലെ കേല ബെനിഫിറ്റ് ഉണ്ട് സ്റ്റുഡൻസിന്റെ മീൽ സബ്സിഡി കാർഡ് കിട്ടി. പിന്നെ ഒരു കിക്ക് ബോക്സിന്റെ ഒരു ആഡ് കണ്ടു. പ്രൊഫസേഴ്സ് എല്ലാം സ്റ്റുഡൻസിന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നതും അതുപോലെ കേല കാർഡ് കൊടുക്കുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. നമ്മൾ എന്നിട്ട് ലഞ്ച് കഴിക്കാനായിട്ട് പോയി കഫറ്റേരിയയിൽ. ഞാൻ കുറച്ച് സാലഡും ജ്യൂസും ഫ്രൂട്ട്സും റോസ്റ്റ് പൊട്ടറ്റൊക്കെയാണ് എടുത്തത്. നമുക്ക് സ്റ്റുഡന്റ് ബെനിഫിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ €2.95 ആണ് ആയത്. അത്യാവശ്യം വലിയ കഫറ്റേരിയ ഒക്കെ തന്നെയാണ്. 10-300 പേർക്ക് ഇരിക്കാനായിട്ട് പറ്റും. ഫുഡ് അത്യാവശ്യം നന്നായിരുന്നു. ഞാനും എന്റെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. നമ്മളെല്ലാം മലയാളികൾ തന്നെയാണ്. സ്റ്റുഡന്റ് കമ്മ്യൂണിറ്റി വഴി കണക്ഷൻ ബിൽഡ് ചെയ്തതാണ് ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഇനി പാത്രം കഴുകാനായിട്ട് കൊണ്ടുവെക്കണം. അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ സെക്ഷൻ തുടങ്ങാറായി. നമ്മളങ്ങനെ ലെക്ചർ ഹാളിലേക്ക് കയറി. ഇതൊക്കെ കണ്ട ആദ്യമായിട്ട് ഞെട്ടിപ്പോയി. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഹാളിലൊക്കെ നമ്മൾ കയറുന്നത്. ഫ്യൂച്ചറിൽ നമ്മളോട് നിന്നൊക്കെ പ്രസന്റ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോൾ ചെറുതായിട്ടൊരു പേടിയൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ സെറ്റായി വരും. സാധാരണ ഒരു കോളേജിന്റെ ഓപ്പണിംഗ് ഡേ പോലെയൊന്നും അല്ലായിരുന്നു. വളരെ വ്യത്യസ്തമായിരുന്നു. കോളേജിന്റെ മാർക്കറ്റിങ്ങിനൊക്കെ പുറമെ അവർ പറഞ്ഞത് സ്റ്റുഡൻസിന്റെ ഹെൽത്തും മൈൻഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കാനുള്ള കാര്യങ്ങളാണ്. ആവശ്യത്തിന് ഫുഡ് കഴിക്കുക, അത്യാവശ്യം നന്നായിട്ട് ഉറങ്ങുക, നല്ല ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്യുക എന്നൊക്കെ ഉള്ളതാണ് അവിടുത്തെ ക്ലാസ് എടുത്തത്. അതൊക്കെ വളരെ അടിപൊളിയായിട്ട് തോന്നി. ഈ കാണുന്ന സംസാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തിരിക്കുന്ന ഫ്രണ്ടിനോട് എങ്ങനെ ടൈം മാനേജ് ചെയ്യാം എന്നുള്ളത് പറഞ്ഞു കൊടുക്കാനൊക്കെയാണ്. അത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈമാണ് ഇപ്പൊ തന്നത് അവര്. അങ്ങനെ അത് കഴിഞ്ഞ് ബ്രേക്കിന് ഇറങ്ങി. 1 അരമണിക്കൂർ കോഫി ബ്രേക്ക് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് വൈസ് ഉള്ള ഒരു ഓറിയന്റേഷൻ ആണ് ഈ കാണുന്നത്. ഇവിടുത്തെ ലാവിലെ കേബിൾ മാനേജ്മെന്റ് ഒക്കെ അടിപൊളിയായിട്ട് തോന്നി. വൈകിട്ട് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, സോന. ഫിൻലാൻഡ് എസ്റ്റോണിയൻകാരുടെ ഒരു ട്രഡീഷണൽ ഐറ്റം ആണ് ഈ സോന എന്ന് പറയുന്നത്. ന്യൂഡായിട്ട് വിറകൊക്കെ കത്തിച്ച് ഒരു റൂമിനകത്ത് സ്റ്റീമായിട്ട് ഹോട്ടായിട്ട് ഇരിക്കുന്നതാണ് ഈ സോന ബാത്ത് എന്ന് പറയുന്നത്. വിന്ററിലും അതുപോലെ ബ്ലഡ് ഫ്ലോ കൂടാനും അതുപോലെ മെന്റൽ പീസിനൊക്കെ വേണ്ടിയിട്ടാണ് ആൾക്കാർ ഇത് ഉപയോഗിക്കുന്നത്. എന്തായാലും നമ്മളിത് ട്രൈ ചെയ്തില്ല. അങ്ങനെ ആകെ മൊത്തത്തിൽ ശുഭം.